സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് ജില്ലയിൽ 173 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 100 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 73 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമുണ്ട്. 52 പേർ ഹൈ റിസ്കിലും 48 പേർ ലോ റിസ്കിലുമുള്ളവരാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയായ തച്ചനാട്ടുകര സ്വദേശിനി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിരുന്നു. രണ്ടാമത്തെ ഡോസും നൽകി. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്. 4 പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഇതിൽ വലിയ ശ്രമകരമായിട്ടുള്ള അവിടെ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അവിടെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബൈസ്റ്റാൻഡർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ബൈസ്റ്റാൻഡർ ആണോ പേഷ്യന്റ് ആണോ, ഏതായാലും അവിടെ ക്ലിനിക്കിൽ നിന്ന് അത്തരം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തത് കൊണ്ട് പോലീസ് അവിടെ നിന്ന് വലിയ രീതിയിൽ ഇടപെടൽ നടത്തി എവിടെയുണ്ട് എന്നുള്ളത്, അതാരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അതിന്റെ ഫൈനൽ ഘട്ടത്തിൽ ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇതില് നമുക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഉണ്ട്. 27 ടീമുകളാണ് ഉണ്ട്. ഒരു 26 ടീം പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടീം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കോർഡിനേഷന് വേണ്ടി പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുടെ ആവശ്യമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആവശ്യമെങ്കിൽ നമുക്ക് അതിനൊരു ടീം സജ്ജമാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ നിരന്തരമായിട്ട് കോളുകൾ വിളിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ വിധേയമാകേണ്ടതില്ല. അതോടൊപ്പം കോണ്ടാക്റ്റിൽ ഉള്ളവരെ നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മീറ്റിംഗിൽ LSDDയിൽ നിന്നുള്ള JDU പങ്കെടുത്തിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾ ക്വാറന്റൈനിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ആ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്കും ആവശ്യമായിട്ടുള്ള ഈ ഭക്ഷണ സാമഗ്രികൾ, അതായത് അരിയോ മറ്റ് പലവ്യഞ്ജനമോ ഒക്കെ എത്തിച്ചു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള നടപടികൾ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഇപ്പോൾ പാലക്കാട് മറ്റിപ്പോൾ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞൊരു കേസ് ഉണ്ടായപ്പോൾ ഇതേപോലെ ഇവിടെ ആക്ടിവിറ്റി നടന്നിരുന്നു. കാരണം അവിടുന്ന് ഉള്ള സമ്പർക്ക പട്ടികയിലുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെയാണ് താമസിച്ചിരുന്നത്, ജില്ലയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ സമാന്തരമായിട്ടൊരു സംവിധാനം ഇവിടെ അത് പ്രവർത്തിച്ചിരുന്നു. DMOയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. അഡീഷണൽ DHS ഡോക്ടർ റീത്ത ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. DHS കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ സൂക്ഷ്മാംശവും പരിശോധിച്ചുകൊണ്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ രാവിലെ ബഹുമാന്യനായിട്ടുള്ള കേളു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് SC ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഐസൊലേഷൻ ക്വാറന്റൈനിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി പോസിറ്റീവായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ ഇവിടെ പ്രവേശിപ്പിച്ച് ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ തരത്തിൽ നിപ്പ രോഗബാധയിൽ ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോഴാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത് എന്നുള്ളതിനാൽ ജൂലൈ 1 മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക്കിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഇദ്ദേഹം മലയാളിയല്ല എന്നും ഇദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ലഭ്യമായതായും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ G പ്രിയങ്ക, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ KP റീത്ത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ആരോഗ്യവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ലക്ഷ്യം വ്യാപനം തടയുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം നിപ്പ എപ്പോഴാണ് പകരുന്നത്, രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്
നിപ്പ രോഗം പകരുന്നതിന് വേണ്ടി, വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത്, ഹൈ പ്രോബബിലിറ്റി ഉള്ളത് അപ്പോഴാണ്. അപ്പോൾ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു 1-ാം തീയതി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് അടുപ്പിച്ചാണ് ഉള്ളത്. അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ, ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാം. അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ. ആ നിലയിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് അവിടെ ഫീൽഡ് സർവൈലൻസ് നടക്കുന്നുണ്ട്. അതായത് ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള എല്ലാ വീടുകളും നമ്മൾ വീട് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഫീവർ സർവൈലൻസ് നടത്തുന്നുണ്ട്. അതുപോലെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ മാത്രമല്ല ഇതിനൊരു മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പനി ബാധിച്ച ആരെങ്കിലും അവിടെ ഉണ്ടോ, എൻകഫലൈറ്റിസ് ഉള്ള ആർക്കെങ്കിലും, അല്ലെങ്കിൽ എൻകഫലൈറ്റിസ് കാരണമുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 1 മുതൽ മസ്തിഷ്ക ജ്വരം ഉണ്ടായിട്ടുള്ള കേസുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഒരു 6 മാസം മുൻപുള്ള ഡേറ്റ കൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും ഉള്ള ഡേറ്റ കൂടി പരിശോധിക്കുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റും അവരുടേതായിട്ടുള്ള പരിശോധനകൾ ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട്. മൃഗങ്ങൾ അവയ്ക്ക് അസ്വാഭാവികമായിട്ടുള്ള മരണം ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ കാട്ടുപന്നിയൊക്കെ ഉൾപ്പെടെ അങ്ങനെ ചത്തുകിടക്കുന്ന സാഹചര്യം ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കത് സാമ്പിൾ എടുക്കുന്നതിന് സംസ്ഥാനത്തിന് അനുമതിയില്ല. കാരണം അത് വളരെ റിസ്കി ആയിട്ടുള്ള നിപ്പ വൈറസ് ആ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു BSL ലെവൽ 4 ലാബിലൊക്കെയാണ് ഇത് പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ പരിശോധിച്ച് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാലും കൺഫർമേഷൻ NIV-യിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ. ഈ പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സിനൊപ്പം തന്നെ NIV പൂനെയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ വെക്കും. അതാണ് രാജ്യത്ത് ഇപ്പോഴുള്ള മാനദണ്ഡം അനുസരിച്ചുള്ള ഔദ്യോഗിക കൺഫർമേഷൻ. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മുടെ പരിശോധനയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ പേഷ്യൻസ് പോസിറ്റീവ് ആണ് സാമ്പിൾസ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇത് കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം, അതിൽ പ്രത്യേകമായി SP-യുടെ നേതൃത്വത്തിൽ ഈ പേഷ്യന്റ് പോയിട്ടുള്ള മൊബൈൽ ടവർ ലൊക്കേഷൻ, ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അധികം വീട്ടിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ എടുത്തിട്ടുണ്ട്. അത് നല്ല നിലയിൽ ആരോഗ്യവകുപ്പ് ശേഖരിച്ച ഡേറ്റയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് മണ്ണാർക്കാട് ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തി, അതൊരു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയെ കൂടി ഏതാണ്ട് ഫൈനൽ ഇതിലേക്ക് പോലീസ് കണ്ടെത്തുന്നതിനുള്ള നടപടികളായിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ ആണ് ഫൈനൽ ടവർ ലൊക്കേഷൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഐഡന്റിഫിക്കേഷൻ കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ CCTV എടുത്തിട്ടാണ് ഇതെല്ലാം നമ്മൾ